ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള മാരേജുകളിൽ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലികളിൽ നടക്കുന്ന കല്യാണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന 5 അപകടങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ. അപ്പോൾ നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള മദറിനിലോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാദറിനിലോ, ഫാദർ മദർ, ഇങ്ങനെയുള്ള ഡൈനാമിക്കുകളാണ് നമ്മളെപ്പോഴും, ഒരാളുമായിട്ടുള്ള ഡൈനാമിക്കുകളാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. പക്ഷേ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള മാരേജസിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും എനിക്ക് മുമ്പും ഞാൻ വീഡിയോ ചെയ്തപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇൻലോസിനെ പറ്റി പറയണം, ഇൻലോസും കൂടെ ഇൻവോൾവ് ആവുന്ന ആ സിറ്റുവേഷനെ പറ്റി സംസാരിക്കണം എന്നുള്ളത്. അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ഒരു നാർസിസ്റ്റിക് ഫാമിലിയിലേക്ക് വിക്ടിമായിട്ടുള്ള നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നാർസിസ്റ്റിനെ അല്ല നേരിടേണ്ടി വരുന്നത്, ഒരു നാർസിസ്റ്റിക് ഫാമിലിയെ തന്നെയാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. അവിടെ ഒപ്രസറായിട്ട് നിൽക്കുന്നത് ഒരു നാർസിസ്റ്റിക് ഫാമിലിയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മാരേജ് എന്ന് പറയുന്നത് ഒരിക്കലും 2 ആൾക്കാർ തമ്മിൽ നടക്കുന്ന കാര്യമല്ല. എപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത് ഒരു ഫാമിലികൾ തമ്മിലുള്ള സംഗമമാണ്, 2 ഫാമിലികൾ തമ്മിലുള്ള സംഗമമായിട്ടാണ് അതിനെ കാണുന്നത്. ഇതെപ്പോഴും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫാമിലികളിലുള്ളത് ഓക്കെയാണ്. എന്നാൽ നാർസിസ്റ്റിക് ഫാമിലികളിൽ ഇതിന്റെ നേർ വിപരീതമായിട്ടുള്ള എഫക്റ്റ് ആണ് അതിലുണ്ടാക്കുന്നത്. ഇത് അങ്ങേയറ്റം ഡിസ്ട്രക്റ്റീവും അബ്യൂസീവുമാണ് നാർസിസ്റ്റിക് ഫാമിലികളിൽ നടക്കുന്ന കല്യാണത്തിൽ വിക്ടിമായിട്ടുള്ള ആൾ അനുഭവിക്കേണ്ടി വരുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലികളിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ്, ഈ ഫാമിലികളിൽ മാരേജ് ചെയ്ത് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുക ഇതൊരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, എല്ലാവരും ഇത് അംഗീകരിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ഫാമിലിയാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. കാരണം അങ്ങനെയുള്ള ഒരു ഇമേജ് തന്നെയായിരിക്കും അവരുണ്ടാക്കി വെച്ചിട്ടുള്ളതും നാട്ടുകാർ അവർ കാണിക്കുന്നതും. എന്നാൽ ആരും കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം ഐസൊലേറ്റിംഗ് ആയിട്ടുള്ളതും, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും, നിങ്ങളെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കാത്തതുമായിട്ടുള്ള, നിങ്ങളെ കൂട്ടിയിടുന്ന തരത്തിലുള്ള, നിങ്ങളെ ചെങ്ങലയിൽ ബന്ധിതമാക്കിയിട്ടുള്ള ഒരു ഫാമിലിയിലായിരിക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് ഇട്ട് തരുന്ന, നിങ്ങൾ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് പറയുന്ന, എപ്പോഴും ആ രീതിയിൽ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും one-on-one സിറ്റുവേഷനിൽ ആരും കാണാത്തപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടി വരിക. ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് കല്യാണങ്ങളിലെ 5 ഹിഡൻ ആയിട്ടുള്ള ട്രാപ്പുകളാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇതിന്റെ പിറകിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള തിയറി, ഇതിന്റെ പിറകിലുള്ള ഈ നാർസിസ്റ്റിക് ഫാമിലി തിയറി കുറച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ കളക്റ്റീവ് നാർസിസിസം എന്ന് പറയുന്ന കാര്യം എന്താണെന്നും അതിന്റെ പിറകിലെ ശാസ്ത്രം എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിന്റെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാർസിസ്റ്റിക് ഫാമിലികൾ ഉണ്ടല്ലോ, ഈ നാർസിസ്റ്റിക് ഫാമിലികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള നാർസിസത്തിന്റെ ബേസിസിലായിരിക്കും. ഈ കളക്റ്റീവ് നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലിക്ക് ഒരു ഫാൾസ് സെൽഫ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാൾസ് സെൽഫ്. പുറമെ അവർ പറയുന്നത് തറവാട്ട് മഹിമ, അവരുടെ തറവാട്ട് മഹിമയും അവരുടെ തറവാട്ട് പാരമ്പര്യവും, ഈ വാക്കുകളാണ് നമുക്ക് എപ്പോഴും ഈ നാർസിസ്റ്റിക് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കുക. കാരണം എപ്പോഴും ആദ്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നിങ്ങളടുത്ത് അവരുടെ ഫാമിലിയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുമ്പോൾ, ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കാണിക്കുന്നത് ഈ ഒരു ഫാൾസ് ഇമേജ് ആയിരിക്കും. ഈ ഫാമിലി സിസ്റ്റം തിയറിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ഫാൾസ് ഇമേജ് ഉണ്ടാക്കി എടുത്തുകൊണ്ട്, ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഇമേജ്, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാമിലി ആണെന്ന് കാണിച്ചുകൊണ്ട്, ഈ നാർസിസ്റ്റിക് ഫാമിലി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അനുസരണയാണ്. നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി ഈ ഫാമിലിക്ക് ഒരു ത്രെട്ടായിരിക്കും. നിങ്ങൾ എപ്പോഴും അവരുടെ അടിമയായിരിക്കണം, അവർക്ക് വിധേയപ്പെട്ടായിരിക്കണം നിൽക്കേണ്ടത്. നിങ്ങളെ സ്നേഹത്തോടുകൂടിയല്ല ഇവർ വെൽക്കം ചെയ്യുന്നത്. നിങ്ങൾ ആ ഫാമിലിയിലെ ഒരു പർട്ടിക്കുലർ റോള് വഹിക്കാൻ വേണ്ടിയാണ് നിങ്ങളെന്ന ഉപകരണത്തെ ഈ ഫാമിലി എടുക്കുന്നത്. നിങ്ങൾ അവർക്ക് വിധേയപ്പെട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ഈ റോള് വഹിച്ച് എത്രത്തോളം കാലം നിൽക്കുമോ അത്രത്തോളം കാലം ഈ ഫാമിലി നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നു മുതലാണോ നിങ്ങൾ ഈ ഫാമിലിയുടെ കൺട്രോളിൽ നിൽക്കാതെ ആവുന്നത്, ആ നിമിഷം മുതൽ ഈ ഫാമിലിയുടെ എൻറ്റയർ സിസ്റ്റം നിങ്ങളെ അറ്റാക്ക് ചെയ്യും. ഇത്തരത്തിൽ ഈ ഫാമിലിയിൽ തന്നെ നിങ്ങളെ ലോക്കാക്കി വെക്കാനുള്ള 5 ട്രാപ്പുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത്, ആദ്യമേ തന്നെ ഇവർ നിങ്ങൾക്ക് തരുന്ന പെർഫെക്റ്റ് ഫാമിലി എന്ന ഇമേജ്. ഈ ഫാമിലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് തന്നെ വലിയ രീതിയിൽ ഒരു ലവ് ബോംബിംഗ് നടത്തിക്കൊണ്ടായിരിക്കും. ഇവർ വെഡിങ്ങിന് മുമ്പ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഫാമിലി ആയിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക ആദ്യമേ തന്നെ. കാരണം അങ്ങനത്തെ ഉള്ള ഒരു ഇമേജ് ആണ് ഇവർ പുറത്തേക്ക് കാണിക്കുക. അങ്ങനെയുള്ള ഒരു ഇമേജ് പുറത്തേക്ക് കാണിക്കാൻ ഇവർ വലിയ എഫേർട്ട് തന്നെ ഇടും. ഇത്തരത്തിൽ ഇവർ വലിയ വാല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നും, വലിയ സമ്പൽ സമൃദ്ധിയുള്ള ആൾക്കാരാണെന്നും, ഒരുപാട് കാശുള്ള ആൾക്കാരാണെന്നും, പ്രതാപമുള്ള ആൾക്കാരാണെന്നും ഇങ്ങനെ നിരന്തരം പറഞ്ഞു ഇവർ ആ രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കും. ഇതാണ് ഈ ഫാമിലിയുടെ വേർഷൻ ഓഫ് കല്യാണത്തിന് മുമ്പുള്ള ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. നാട്ടുകാർ എന്ത് കരുതും എന്നുള്ള
കാര്യത്തെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായി വരുന്നതാണ് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നാർസിസിസ്റ്റിക് ഫാമിലികൾ എന്ന് പറയുന്നത്. അവർ നിങ്ങളെ ഫീൽ ചെയ്യിക്കുന്നത് നിങ്ങൾ വളരെ ഭാഗ്യവതിയായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭാഗ്യവാനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഈ ഫാമിലിയിലേക്ക് വരാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും കല്യാണത്തിന് മുമ്പ് ഇവർ നിങ്ങൾക്ക് തരുന്നത്. ഇതിലെ ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ, ഈ ഇവന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ, നാട്ടുകാരെല്ലാം പോയി കഴിയുമ്പോൾ ഇവരുടെ ശരിക്കുമുള്ള രൂപം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ലാത്ത, അങ്ങേയറ്റം ക്രിറ്റിസിസം മാത്രമുള്ള, അവർ തമ്മിൽ തന്നെ തർക്കത്തിലിരിക്കുന്ന, അവർ തമ്മിൽ തന്നെ ഒരു രീതിയിലുള്ള ഇമോഷണൽ കണക്ഷനും ഇല്ലാത്ത, അങ്ങേയറ്റം പ്രശ്നങ്ങൾ മാത്രമുള്ള ഒരു ഫാമിലി ആയിരിക്കും പിന്നെ നിങ്ങൾ കാണുന്നത്. ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങളോട് ഭയങ്കര സ്നേഹം കാണിച്ച് നിങ്ങളുടെ മദറിനിലോ നിങ്ങളോട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിൽക്ക് സാരിയൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്ന് നിങ്ങളോട് സ്നേഹം കാണിച്ചുകൊണ്ടിരുന്ന മദറിനിലോ, എല്ലാവരുടെയും മുമ്പിൽ അങ്ങനെ നിങ്ങളെ കൊണ്ട് നടന്നിരുന്ന മദറിനിലോ, ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ അവരുടെ സാന്നിധ്യത്തിലാവുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങൾ എപ്പോൾ ഉറക്കം എണീക്കണമെന്നും കിടക്കണമെന്നും തീരുമാനിക്കുന്ന, നിങ്ങൾ ആരെ വിളിക്കണമെന്നും വിളിക്കണ്ടെന്നും തീരുമാനിക്കുന്ന, നിങ്ങളുടെ പാരൻസിനെ ചീത്ത പറയുന്ന ആളായിട്ട് മാറുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് മുന്നിൽ കാണേണ്ടി വരും. അവർ ആ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങളോട് കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു PR ക്യാമ്പയിൻ തന്നെയായിരുന്നു. രണ്ടാമത്തേത്, ട്രഡീഷൻ എന്ന പേരിൽ, കൾച്ചർ എന്ന പേരിൽ നിങ്ങളിലേക്ക് തരുന്ന ഫാമിലിയുടെ എൻമെഷ്മെന്റ്. ഇവിടെ നിങ്ങളുടെ അതിർവരമ്പുകൾക്കോ നിങ്ങളുടെ പേഴ്സണൽ പ്രൈവസിക്കോ ഒരു പ്രാധാന്യവും ഈ ഫാമിലി തരില്ല. ഒരു ഹെൽത്തി ഫാമിലിയിൽ പാരന്റ്സ് കുട്ടികളോട് ചെയ്യുന്നത്, കുട്ടികൾ ഇൻഡിവിജ്വൽസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവര് പൗരന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ രീതിയിൽ ജീവിക്കാനായി പരിശീലിപ്പിക്കുകയായിരിക്കും, അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരിക്കും. നിങ്ങൾ ഇനി ഇൻഡിപെൻഡന്റ് ആവണം, നിങ്ങൾ ഇനി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനെന്നായിരിക്കും അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരു നാർസിസിസ്റ്റിക് ഫാമിലിയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ബൗണ്ടറി നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഫാമിലിക്ക് തന്നെ മോശം ചെയ്യുന്ന പോലെ ആയിരിക്കും അവരതിനെ കാണുന്നത്. ഇതിനെയാണ് സൈക്കോളജിയിൽ എൻമെഷ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൈവസിക്ക് ഒരു രീതിയിലും ഇമ്പോർട്ടൻസ് തരാതെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബൗണ്ടറീസിനെ തള്ളിക്കളയുന്ന നാർസിസിസ്റ്റിക് ഫാമിലികളുടെ ടെൻഡൻസിയാണത്. ഈ നാർസിസിസ്റ്റിക് പാരന്റ്സ് എന്ന് പറയുന്നത് അവരുടെ അഡൽട്ട് ആയിട്ടുള്ള കുട്ടിയെ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടല്ല കാണുന്നത്, അവരുടെ തന്നെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് കാണുന്നത്. ഇതേ കാര്യം തന്നെ ആയിരിക്കും വന്നു കയറുന്ന വിക്ടിമിന് നേരിടേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അറിയാമല്ലോ, ബൗണ്ടറീസ് വെക്കുന്നതിനെ അങ്ങേയറ്റം നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയുള്ള ഒരു നാട്ടു നടപ്പാണ്, നാട്ടു രീതികളാണ് നമുക്കുള്ളത്. കാരണം ആർക്കും വന്ന അഭിപ്രായം പറയാം. നാർസിസിസ്റ്റിക് ഫാമിലികളിൽ പ്രത്യേകം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, വരുന്ന മാമന്മാർക്കും വഴിയെ പോകുന്നവർക്കും വരുന്നവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഈ കുട്ടികളുടെ കാര്യത്തിൽ കയറി ഇടപെടാം, അഭിപ്രായം പറയാം. അവർക്ക് പ്രൈവസി ഇല്ല, അവരുടെ പ്രൈവസിയെ ഒരു രീതിയിലും റെസ്പെക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ അഡൽട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ നാർസിസിസ്റ്റിക് ഫാമിലികളിലുള്ളവർ ബിഹേവ് ചെയ്യുന്നത് എന്തോ വെസ്റ്റേൺ ആയിട്ടുള്ള കാര്യം പഠിച്ചുകൊണ്ട് വന്നിട്ട് ആവശ്യപ്പെടുന്ന പോലെ, എന്തോ ക്രിമിനൽ ആയിട്ടുള്ള കാര്യം ഇവർക്കെതിരെ ചെയ്ത പോലെ, എന്തോ ഹൈലി ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഫാമിലിക്കെതിരെ ചെയ്ത പോലെ ആയിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു നല്ല റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നാർസിസിസ്റ്റിക് ഫാമിലിയിലോട്ട് ചെന്ന് കയറിയിട്ടുള്ള സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലികളിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു മദറിന്റെ സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹസ്ബൻഡിന് നാർസിസിസ്റ്റിക് ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം പോലും ഇയാൾ സ്വന്തമായിട്ട് നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് ഡിസിഷൻ എടുക്കില്ല. വീട്ടിലേക്ക് ഒരു കാർ വാങ്ങുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ചേർന്നുള്ള എന്തെങ്കിലും നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്ന കാര്യമാണെങ്കിൽ പോലും ഇയാൾ സ്വന്തം അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചിട്ടേ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടേ ഇയാൾ തീരുമാനം എടുക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം വരികയാണ്. നമ്മളിപ്പോ മാരി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അല്ലേ, ഭാര്യയും ഭർത്താവും അല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, പാർട്ട്നേഴ്സ് തമ്മിലല്ലേ ഡിസിഷൻ എടുക്കേണ്ടത്. അതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അത് പറഞ്ഞ് തർക്കിക്കുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ, ഈ തർക്കത്തിന് ഇടയിൽ ഈ പാരന്റ്, മദറിൻലോ വന്ന് ഇടപെടും, അല്ലെങ്കിൽ ഫാദറിൻലോ വന്ന് ഇടപെടും. അവരിടപെട്ടുകൊണ്ട് അവര് ഡിസിഷൻ എടുക്കാൻ തുടങ്ങും. എന്തിനും ഒരു ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. എന്തിലും ഇവര് കയറി ഇടപെടും. ഹസ്ബൻഡ് വൈഫ് എന്നുള്ള, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എന്നുള്ള ഒരു സാധനം ഉണ്ടാകുന്നേ ഇല്ല. ഇവിടെ ഫാമിലി എന്ന് പറയുന്ന കാര്യമാണ് എല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഐഡന്റിറ്റിയും കൂടെ കളഞ്ഞിട്ട് ഇവരുടെ ഒപ്പം ചേരണം എന്നുള്ള രീതിയിലായിരിക്കും ഇവരെല്ലാവരും നിൽക്കുന്നത്. മൂന്നാമത്തേത് ഒരു ഫിനാൻഷ്യൽ ഹോസ്റ്റേജ് സിറ്റുവേഷൻ ആണ്. സാമ്പത്തികമായി നിങ്ങളെ വരിഞ്ഞു മുറുക്കി ഒറ്റപ്പെടുത്തുക. ഈ നാർസിസിസ്റ്റിക് ഫാമിലികൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ കയ്യിൽ ഫിനാൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്വന്തമായി പൈസ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളെ പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ലെന്നും നിങ്ങൾ പോകാൻ സാധ്യതയുണ്ടെന്നും അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ പണത്തിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിൽ മാത്രമാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഫാമിലി നടത്തിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് എക്കണോമിക് കോഷൻ എന്ന് പറയുന്നത്. നാർസിസിസ്റ്റിക് ഫാമിലികളിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു ടാക്ടിക്കും കൂടിയാണ്. ഈ നാർസിസിസ്റ്റുകൾ എപ്പോഴും പണവും നിങ്ങളുടെ അസറ്റും നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ചൂഷണം ചെയ്ത് എടുത്തുകൊണ്ട് നിങ്ങളൊരു ഡോമിനൻസ് എപ്പോഴും ക്രിയേറ്റ്
ട്രീറ്റ് ചെയ്യും. നിങ്ങൾ എപ്പോഴും അവർക്ക് ഡിപ്പെൻഡന്റ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. നമ്മുടെ കൾച്ചറിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഡൗറി കൊടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഗോൾഡ് കൊടുത്തുകൊണ്ടുള്ള, ഗോൾഡ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ നാർസിസിസ്റ്റിക് ഫാമിലിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഇൻലോസ് വളരെ നൈസായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം കരസ്ഥമാക്കി, നിങ്ങൾ സ്ത്രീധനമായിട്ട് കൊടുത്ത സ്വർണം നിങ്ങളിൽ നിന്നും കരസ്ഥമാക്കി വെച്ചുകൊണ്ട് നമ്മൾ സേഫായിട്ട് സൂക്ഷിക്കാം, എൻ്റെ കയ്യിൽ ഇരുന്ന് അത് സേഫായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞിട്ട്, നിനക്ക് വിശ്വാസം ഇല്ലേ എന്ന് പറഞ്ഞ് വളരെ നൈസായിട്ട് നിങ്ങളിൽ നിന്നും ആ സ്വർണം എടുത്ത് അവരുടെ കയ്യിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് പിന്നീട് അതിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും അവർ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പലപ്പോഴും നിങ്ങളുടെ ATM കാർഡ് വരെ ചോദിച്ചുകൊണ്ട്, അതിന്റെ നമ്പറുകളെല്ലാം ചോദിച്ചുകൊണ്ട് അത് വരെ ഉപയോഗിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ടുള്ള ഒരു ഫാമിലി അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടാൽ മതി, അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, പണം കൈകാര്യം ചെയ്യാം എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇവർ നിങ്ങളെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യും. നിനക്കറിയാലോ, ഈ ഫാമിലിയിൽ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതല്ലേ, നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്, എന്താ നിനക്ക് ഇത്ര വിശ്വാസം ഇല്ലാത്തത്? അവർ നിങ്ങളുടെ പണമോ നിങ്ങളുടെ അസറ്റോ ഒന്നും സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. അവരിതെല്ലാം ചെയ്യുന്നത് ആദ്യമേ തന്നെ നിങ്ങളുടെ എസ്കേപ്പ് റൂട്ടുകൾ ഓരോന്നോരോന്നായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തേത് ഫ്ലൈയിങ് മങ്കീസിന്റെ ഇടപെടലും അവരുപയോഗിക്കുന്ന ട്രയാങ്കുലേഷനുമാണ്. ഇപ്പൊ നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ പാർട്ണറായിട്ടുള്ള ആൾ നിങ്ങളെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ തോട്ട് തന്നെ ഇവരുടെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞ് ഇവരെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ആ ഫാമിലിയോടൊപ്പം ഉള്ളപ്പോൾ നിങ്ങൾ ഇവരുടെ പാരന്റ്സിന്റെ അടുത്തായിരിക്കും പരാതിയുമായിട്ട് ചെല്ലുന്നത്. ഇത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. കാരണം നാർസിസ്റ്റിക് ഫാമിലികളിൽ അബ്യൂസറിനെ എപ്പോഴും ഫ്ലൈയിങ് മങ്കീസ് ആയിട്ടുള്ള നാർസിസ്റ്റിന്റെ ഫാമിലി മെമ്പേഴ്സ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇവർ എപ്പോഴും നാർസിസ്റ്റിന്റെ ശ്രുതി പാടുന്ന ഇനേബിളേഴ്സ് ആണ്. അവർ ട്രയാങ്കുലേഷൻ ഉപയോഗിച്ച് തേർഡ് പാർട്ടീസിനെ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ മാക്സിമം ഐസൊലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ്, ഈ വിക്ടിമിനാണ് എന്തെങ്കിലും പ്രശ്നം വരുന്നതെങ്കിൽ ഈ മറ്റ് നാർസിസ്റ്റുകൾ അവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ നാർസിസ്റ്റിക് ഫാമിലിയിലെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്, ഫ്ലൈയിങ് മങ്കീസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നാർസിസ്റ്റിനൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ ഐസൊലേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ടെൻഡൻസി, ഒരു പ്രവണത നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനൊരു നല്ല ഉദാഹരണമാണ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ പ്ലേറ്റ് എടുത്ത് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ചായ എടുത്ത് എറിയുകയോ നിങ്ങളുടെ പുറത്തേക്ക് എറിയുകയോ അല്ലെങ്കിൽ മതിലിലേക്ക് എറിയുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഈ ഇൻലോസ് ഒക്കെ പറയുന്നത്, നിനക്ക് ശ്രദ്ധിക്കാത്ത എന്താണ്, നീ അവൻ ഇത്രയും ടെൻഷൻ വന്നിട്ടാണ്, അവന് എന്തോരം സ്ട്രെസ് ഉണ്ടെന്ന് അറിയാമോ, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നു, നീ എന്തിനാണ് എന്തോ കാര്യമായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടായിരിക്കണം അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഇവിടെ അബ്യൂസർ വിക്ടിമായിട്ട് മാറുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് തരുന്ന സ്കേപ്പ് ബോട്ട് എന്ന റോള്. എല്ലാ നാർസിസ്റ്റിക് ഫാമിലികൾക്കും അവരുടെ എല്ലാ വൃത്തികേടുകളും കൊണ്ട് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആരെങ്കിലും വേണം, ഒരു ഡംപിങ് ഗ്രൗണ്ട് വേണം. അവർ ചെയ്യുന്ന ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ഫെയിലിയേഴ്സ്, അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന തെറ്റുകൾ, അവരുടെ ദുഷിച്ച സ്വഭാവം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ആരുടെയെങ്കിലും തലയിൽ ഇവർക്ക് കൊണ്ടുവന്നിടണം. ഇതിനെയാണ് സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറയുന്നത്. അവരുടെ ടോക്സിക് ആയിട്ടുള്ള എല്ലാ ഷെയിമും ഒരാളിലേക്ക് കൊണ്ടുവന്ന് പ്രൊജക്ട് ചെയ്യുന്നതിലൂടെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഡെലൂഷൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ആള് ഫാമിലിയിലേക്ക് മാരി ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ, കല്യാണം കഴിച്ചുകൊണ്ട് വരികയാണെങ്കിൽ, ഒരു സ്കേപ്പ് ഗോട്ട് ആക്കാൻ പറ്റിയ പെർഫെക്റ്റ് ടാർഗറ്റ് ആയിരിക്കും അയാൾ. ഇതിലെ ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എല്ലാം നിങ്ങളുടെ കുഴപ്പമാണ്. ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്, ഈ ഹസ്ബൻഡിന് എന്തെങ്കിലും ബിസിനസ് ഫെയിൽ ആവുകയാണെങ്കിൽ അത് നിങ്ങൾ കുടുംബത്തിലൊരു ബാഡ് ലക്ക് കൊണ്ടുവന്നിട്ടാണ്. കുട്ടികളുടെ കാര്യം, ഇപ്പൊ എന്തെങ്കിലും കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ ബാഡ് മദർ ആയിട്ടാണ്. ഈ നാർസിസ്റ്റിക് ഫാദറിൻലോയ്ക്ക് എന്തെങ്കിലും രാവിലെ മൂഡ് ശരിയല്ലാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ രാവിലെ ഇട്ടുകൊണ്ട് കൊടുത്ത ചായ മോശമായതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങേറ്റം എക്സോസ്റ്റഡ് ആവുന്നത് ഈ ഫാമിലിയുടെ സാന്നിധ്യത്തിൽ. നിങ്ങൾ ഇവരുടെ എല്ലാവരുടെയും ഗാർബേജ് താങ്ങി ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഫാമിലിയുടെ പ്രസൻസിൽ. എങ്ങനെയാണ് നമുക്കിത് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മളിലൊരു അവേക്കനിങ് സംഭവിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സ്റ്റോപ്പ് എക്സ്പെക്ടിങ് ദം ടു സീ യുവർ ലോജിക്. നിങ്ങളുടെ ലോജിക്ക് അവർ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യുകയില്ല. ലോജിക് ആയിട്ടുള്ള ഒരു കാര്യവും, റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും അവർ എടുക്കുകയില്ല. അവർ ഡെലൂഷനിലാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, അതിലാണ് അവർ ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ക്വയറ്റ്ലി പ്രൊട്ടക്ട് യുവർ ഫിനാൻസസ് എന്നുള്ളതാണ്. പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റിക്കവർ ചെയ്യുക, സ്വന്തമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വീണ്ടെടുക്കുക, അത് സെക്യൂർ ആക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡോക്യുമെന്റ്സുകളെല്ലാം, നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റുകളെല്ലാം സേഫ് ആയിട്ടുള്ള സ്പേസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇവരുടെ കസ്റ്റഡിയിലാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം റിക്കവർ ചെയ്തെടുക്കുക. മൂന്നാമത്തെ കാര്യം, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ടേക്കിംഗ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഫ്രം ദീസ് ഫാമിലി മെമ്പേഴ്സ്. ഒരു രീതിയിലും ഈ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും ഹെൽപ്പ് എടുക്കുന്നത് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ പുറത്തുള്ള ഒരു തെറാപ്പിസ്റ്റിൽ നിന്നും, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടിയും നിങ്ങളുടെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ ഹെൽപ്പോട് കൂടിയും വേണം നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള പ്രോസസ്സ് ആരംഭിക്കുക.
ആരംഭിക്കേണ്ടത്. നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫാമിലിയും രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അബ്യൂസിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കംപ്ലീറ്റ്ലി മാനസികമായിട്ടും ശാരീരികമായിട്ടും ബ്രേക്ക് ആവുകയുള്ളൂ. അത്തരത്തിൽ നിങ്ങൾ ബ്രേക്ക് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആരെയും രക്ഷിക്കാനോ സംരക്ഷിക്കാനോ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഏത് ഫാമിലിയുടെ പ്രസ്റ്റീജ് ആയാലും അവർ ഏത് കൊമ്പത്തെ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡും നിങ്ങളുടെ സമാധാനവുമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതിന് പൂർണ്ണമായിട്ടുള്ള വാല്യൂ കൊടുക്കുക, അതിനെ സംരക്ഷിക്കുക. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ സെയിം ഡൈനാമിക് നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കൂടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ട ഫാമിലി, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഫാമിലിയിൽ എങ്ങനെയാണ് മാസ്ക് സ്ലിപ്പ് ആയത്, ഏത് മൊമെന്റിലാണ്, കല്യാണം കഴിഞ്ഞ് ഏത് സമയത്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഓൾവേസ് റിമെമ്പർ, യു ഹാവ് ദ റൈറ്റ് ടു ബി സേഫ് ആൻഡ് റെസ്പെക്റ്റഡ് ആൻഡ് ഹേർഡ്. അതിന് നിങ്ങൾ ആരുടെയും മുന്നിൽ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.